ടോപ്പ് ലൈവ് ക്രിക്കറ്റ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. IPL 2026 സീസണിന് മുമ്പ് എല്ലാവരെയും ഞെട്ടിച്ച നീക്കമാണ് സഞ്ജു സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് ട്രേഡ് ചെയ്യപ്പെട്ടത്. ടീം മാനേജ്മെന്റുമായിട്ടുള്ള ബന്ധം മോശമായതുകൊണ്ടാണ് താരം ടീം വിട്ടതെന്നുള്ള വാർത്ത നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. കഴിഞ്ഞ സീസൺ സഞ്ജു സാംസണ് നല്ലതായിരുന്നില്ല. ഓപ്ഷനിലുണ്ടായ പ്രശ്നങ്ങളും ഒരു വിന്നിംഗ് ടീമിനെ നിലനിർത്താതെ എല്ലാവരെയും റിലീസ് ചെയ്തതും കൂടാതെ തൻ്റെ വാക്കുകൾക്ക് വില കൽപ്പിക്കാത്തതുമാകാം സഞ്ജു സാംസനെ ടീമിൽ നിന്ന് മാറാൻ പ്രേരിപ്പിച്ചത്. എന്നാൽ താരത്തിന്റെ നീക്കം എന്തുകൊണ്ടും മികച്ചതായിരുന്നു. IPL ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച ഫ്രാഞ്ചൈസിയായ ചെന്നൈ സൂപ്പർ കിങ്സിലാണ് സഞ്ജു സാംസൺ എത്തിയിട്ടുള്ളത്. ഇത് വരും നാളിൽ താരത്തിന്റെ കരിയറിന് തന്നെ വലിയ മാറ്റം കൊണ്ടുവരും. സഞ്ജു സാംസന് പകരം ചെന്നൈ സൂപ്പർ കിങ്സിന് രവീന്ദ്ര ജഡേജയും സാം ഖുറാനയുമാണ് ട്രേഡ് ചെയ്യപ്പെട്ടത്. സഞ്ജു സാംസന്റെ വരവോടെ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ടോപ്പ് ഓർഡർ ബലപ്പെട്ടിട്ടുണ്ട്. എന്നാൽ രവീന്ദ്ര ജഡേജയുടെ വിടവ് നികത്താൻ ചെന്നൈ സൂപ്പർ കിങ്സിന് വലിയൊരു ദൗത്യം മുന്നിലുണ്ട്. ചെന്നൈ സൂപ്പർ കിങ്സിന് ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും ഫീൽഡിങ്ങിലും ജഡേജ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുണ്ടായത്. അത് നികത്താൻ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ പേഴ്സിലുള്ളത് 43.4 കോടിയാണ്. സ്പിന്നിന് അനുകൂലമായ ചെപ്പോക്കിലെ പിച്ചിൽ മികച്ചൊരു സ്പിന്നറെയും ചെന്നൈ സൂപ്പർ കിങ്സ് ലക്ഷ്യമിടുന്നുണ്ട്. ഡെത്ത് ഓവർ ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി മികച്ച രീതിയിൽ എറിയുന്ന മതീഷ പെദ്രാനെയും ചെന്നൈ റിലീസ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിനെല്ലാം പകരക്കാരനെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഈ വരുന്ന ഡിസംബർ 16 അബുദാബി വെച്ചാണ് മിനി ഓപ്ഷൻ നടക്കുക. ഇവരുടെ എല്ലാം വിടവ് നിർത്താൻ ഗ്ലെൻ മാക്സ്വെൽ തന്നെ ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി വരും. ചെന്നൈ സൂപ്പർ കിങ്സിന് 9 സ്ലോട്ടാണ് ഫില്ല് ചെയ്യാനുള്ളത്. ഇതിൽ 4 ഓവർസീസ് ആണ്. രാഹുൽ ചഹാർ, രവി ബിഷ്ണോയ്, ഗ്ലെൻ മാക്സ്വെൽ, കാമറൂൺ ഗ്രീൻ, ആന്ദ്രെ റസൽ, അഖിൽ ഹുസൈൻ, ആകാശ് മദ്വാൽ എന്നിവർക്ക് വേണ്ടി ചെന്നൈ ഇറങ്ങുമെന്നാണ് വാർത്തകൾ വരുന്നത്. അതുകൊണ്ട് തന്നെ മികച്ചൊരു ഓപ്ഷൻ പ്രതീക്ഷിക്കാം. 43.4 കോടി റിമൈനിങ് പേഴ്സിലുണ്ട്. ചെന്നൈ ഈ താരങ്ങൾക്കെല്ലാം വല വീശുമെന്നത് ഉറപ്പാണ്. ഋതുരാജ് ഗെയ്ക്വാദിന്റെ ക്യാപ്റ്റൻസിയിലാവും ചെന്നൈ സൂപ്പർ കിങ്സ് ഇറങ്ങുക. ഇനി ചെന്നൈ ആരാധകർ വെയിറ്റ് ചെയ്യുന്നത് ഡിസംബർ 16 നടക്കുന്ന മിനി ഓപ്ഷനിലേക്കാണ്. ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.